ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് അതിനകത്ത് പറഞ്ഞത് ജനറൽ സർവീസ്, പിന്നെ ഹോൺ ചെക്ക് ചെയ്യുക, ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി ഓഫായി പോകണം, കട്ട് ഓഫായി പോകണ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിച്ച് ട്രെയിലൊക്കെ എടുത്തിട്ടാണ് കയറ്റി. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയ സൗണ്ട് വ്യത്യാസം കാണിക്കുന്നുണ്ട്. ഒരു സാധാരണ അല്ലാത്തൊരു സൗണ്ട് വരുന്നുണ്ട് എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന്. പിന്നെ അത് കൂടാണ്ട് നമ്മൾ ഓടിക്കുമ്പോൾ ഫ്രണ്ട് ബുഷ് സെറ്റിൻ്റെ ഒക്കെ ചെറിയൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് ഓടിക്കുമ്പോൾ നമുക്ക് തോന്നിയത്. പിന്നെ സ്ലോ സ്പീഡിൻ്റെ കംപ്ലയിൻ്റാണ് വണ്ടി ഓഫായി പോകുന്നതിൻ്റെ ഒരു റീസൺ കാണിക്കുന്നത്. അത് കാർബറേറ്ററുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിനായിട്ട് കയറ്റിയിട്ടുണ്ട്, ജനറൽ സർവീസിന് വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് പോകണമെങ്കിൽ, ഇപ്പോൾ ഞാൻ ഫ്രണ്ട് വീൽ അഴിച്ച് നിർത്തിയേക്കാണ് ബുഷ് കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രീസിങ്ങിനായിട്ട്. അപ്പോൾ ബാക്കിൽ നിന്ന് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് ബ്രേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബാക്ക് വീലും കൂടി അഴിക്കും. ബാക്ക് വീൽ അഴിച്ച് നമുക്ക് അതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യും. ലൈനർ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് നമുക്ക്, കുഴപ്പമില്ല കേട്ടോ. പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ മോശമാണ്. ഈ സൈഡിലെ ഗ്രൂവ് നോക്കേണ്ട, സെൻറ്ററിലൊന്നും ഒട്ടും പെടുത്തില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കിയേക്കാം, ഓർമ്മയിൽ വെച്ചേക്കാം. ബാക്ക് ടയർ തീരെ മോശമാണ്. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ, ക്ലച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. എയർ ഫിൽറ്റർ ഈ ഒരു സർവീസും കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കുന്നത്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ്. കാരണം അത്യാവശ്യം പൊടി ഉണ്ട് ഇതിനകത്ത്. തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഈ തവണ കൊണ്ട് ഉപയോഗിക്കാം. അടുത്ത സർവീസിൽ മോശമായാണ് കൂടുതൽ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, കൂടുതൽ പൊടിയുടെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത സർവീസിൽ നമുക്കത് മാറ്റിയിടാം. പിന്നെ ക്ലച്ചിനകത്തിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ചിനകത്താണ് നമുക്ക് ആ സെൽഫ് അടിക്കുമ്പോൾ ഒരു കംപ്ലയിൻറ്റ് കാണിക്കുന്നതിൻ്റെ ഒരു റീസൺ ക്ലച്ചിൽ വന്നതാണ് കംപ്ലയിൻ്റാണ്. ക്ലച്ചിൽ എന്ന് പറയുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ്, ഇത് എഞ്ചിൻ്റെ മെയിൻ പാർട്ടാണ് ക്രാങ്ക് എന്ന് പറയുന്ന യൂണിറ്റ്. അതിൻ്റെ ഈ ഷാഫ്റ്റിന് അലൈൻമെൻറ്റ്, ക്രാങ്കിൻ്റെ പിന്ന് സെൻറ്ററിൽ വരുന്ന കണക്ടർ റോഡിൻ്റെ പിന്നിന് അലൈൻമെൻറ്റ് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ കയറി ഇറങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങും. അതായത് ഒരേ ലെവലിൽ നിന്ന് വർക്ക് ചെയ്യേണ്ട ഐറ്റം ശരിക്കും ബെൻഡാവാന്നൊക്കെ പറയും. ബെൻഡായി കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യേണ്ടത് ഈ രീതിയിലായിരിക്കും. ചെറിയൊരു അളവ് വ്യത്യാസം ഉണ്ടാവുള്ളൂ. പക്ഷേ എന്നാൽ പോലും അത് തൊട്ട് മുകളിലാണ് ബെൻഡെക്സ് യൂണിറ്റ് വരാം ഈ ഭാഗത്തായിട്ട്. ആ ബെൻഡെക്സും ഒന്ന് ടച്ച് ആകുമ്പോഴാണ് ആ സൗണ്ട് വ്യത്യാസം കാണിക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ, ബെൻഡെക്സ് നമുക്ക് ഈ ഭാഗത്തായിട്ട് വരും, ഈ സൈഡിലാണ് വന്നത് ബെൻഡെക്സ്. അപ്പോൾ അതിനോട് ചേർന്നിട്ടാണ് നമുക്ക് അതിൻ്റെ ഈ ക്രാങ്കുമേന്ന് വന്ന വീല് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ സെറ്റിങ്സ് വരാം. അപ്പോൾ നിലവിൽ ഇവിടേക്ക് ക്രാങ്ക് അലൈൻമെൻറ്റ് വേരിയേഷൻ വരുമ്പോൾ ഈ വീല് ഇങ്ങനെ കയറി ഇറങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ബെൻഡെക്സുമോ വന്ന് ലോഡാകുമ്പോഴാണ് സൗണ്ട് വ്യത്യാസം വരാം. ഇത് നമുക്ക് നോക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, അതായത് നിലവിൽ സെൽഫ് അടിക്കുമ്പോൾ ഒരു സൗണ്ട് വ്യത്യാസം മാത്രമല്ലേ എന്നൊരു തോന്നൽ വരും. പക്ഷേ അതല്ല മെയിനായിട്ട് റീസൺ. അതിൻ്റെ എന്ന് പറയുന്നത് ഈ സൈഡിൽ നിന്ന് ഇപ്പോൾ ഓയിൽ ലീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ എഞ്ചിൻ്റെ റൈറ്റ് സൈഡിൽ വലതുവശത്തേക്ക് നോക്കുമ്പോൾ ഈ കവറിൻ്റെ ഇവിടെയൊക്കെ ശരിക്കും ഓയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഓയിൽ ലീക്ക് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റാമെന്ന് പറഞ്ഞാൽ, മെയിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാമെന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്കത് അലൈൻമെൻറ്റ് ചെയ്ത് കയറ്റിയിടാം. അതായത് പുറമേ നിന്ന് തന്നെ നമുക്കത് അലൈൻ ചെയ്തിട്ട് റീസെറ്റ് ആക്കാം. അതിപ്പോൾ നമ്മൾ കൂട്ടത്തിൽ കൂടെ ചെയ്തിടാം. അപ്പോൾ ഒരു ഏകദേശം ഒരു 80% അത് ഓക്കെ ആയിക്കോളും. പക്ഷേ റിപ്പീറ്റ് വീണ്ടും ഇതേപോലെ പ്രോബ്ലം സൗണ്ട് വ്യത്യാസത്തോടുകൂടി വരാണെന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഈ ക്രാങ്ക് ഫുള്ളായിട്ട് അഴിച്ച് മാറ്റി പുതിയത് വെക്കുകയോ അതല്ലെങ്കിൽ അത് അഴിച്ച് ലെയ്ത്തിൽ കൊടുത്തിട്ട് കറക്റ്റ് ചെയ്തിട്ട് വെക്കുകയോ ചെയ്യണം. എന്നാൽ മാത്രമാണ് ആ കംപ്ലയിൻറ്റ് എന്നേക്കായിട്ടൊരു പരിഹാരം ആവുള്ളൂ കേട്ടോ. ഇപ്പോൾ കണ്ട കംപ്ലയിൻറ്റ് നമ്മൾ പുറമേ നിന്ന് അലൈൻ ചെയ്ത് കയറ്റിയിടാം. ശ്രദ്ധിക്കുക, നമുക്ക് സെൽഫ് അടിക്കുമ്പോഴാണ് സൗണ്ട് വ്യത്യാസം വരാം. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല. ഓൾറെഡി ഒരു കംപ്ലയിൻറ്റിൻ്റെ ലക്ഷണം, ഒരു മേജറായിട്ട് വന്ന ഒരു കംപ്ലയിൻറ്റിൻ്റെ ആരംഭ ലക്ഷണമാണ് നിലവിൽ കാണുന്നത്. അത് ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഉള്ളിൽ വരുന്ന പിന്നിന് അലൈൻമെൻറ്റ് വേരിയേഷൻ വന്നേക്കണതാണ്. അത് തൽക്കാലം നമ്മളിപ്പോൾ പുറമേ നിന്ന് അലൈൻ ചെയ്യാവുന്ന രീതിയിൽ മാക്സിമം അറേഞ്ച് ചെയ്ത് തരാം. ഏകദേശം ഒരു 80% വരെ ഓക്കെ ആയിക്കോളും. പക്ഷേ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വരാനുള്ളൊരു സാധ്യത കൂടുതലാണ്. കാരണം ഒരു പ്രാവശ്യം പിന്നെ അലൈൻമെൻറ്റ് മാറിയത് കൊണ്ട് പിന്നീടും വരാൻ സാധ്യത കൂടുതലാണ്. അത് പെട്ടെന്നെങ്ങാനും വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമുക്ക് ഈ സൈഡിൽ ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. വീണ്ടും ആ സൗണ്ടിൻ്റെ പ്രശ്നം കാണിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് എഞ്ചിൻ അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വന്നെ ക്രാങ്ക് ഷാഫ്റ്റ് മാറ്റി ഒന്നോലെ അത് റിപ്പയർ ചെയ്ത് തരണം, അതല്ലെങ്കിൽ മാറ്റി പുതിയത് ഇടേണ്ടി വരും കേട്ടോ. അത് അറിഞ്ഞു വെച്ചേക്കാം. അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ്, മേജറായിട്ടൊരു കംപ്ലയിൻറ്റ് വരാൻ നിൽക്കുന്നുണ്ട് വണ്ടിക്ക് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവൊക്കെ നമ്മൾ ചെക്ക് ചെയ്തത്, അതൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമുള്ളൂ. ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോഴും വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. നമുക്ക് അതിൻ്റെ ഒരു ഇത് ഈ സൈഡിൽ വരഞ്ഞേക്കണ കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും, അലൈൻമെൻറ്റ് മാറിപ്പോയിട്ട്. അപ്പോൾ അത് നമുക്കിപ്പോൾ തൽക്കാലം റെഡിയാക്കി ഇടാം. അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റും വർക്കിംഗ് ചെക്ക് ചെയ്ത് ഓക്കെയാണ്, വേറെ പ്രോബ്ലമൊന്നുമില്ല. ബെൻഡെക്സിൻ്റെ ബെൽറ്റിൻ്റെ ഭാഗം നമ്മൾ കമ്പനി ബെൽറ്റ് തന്നെ കിടക്കുന്നത്, പുതിയ ബെൽറ്റാണ്, വലിയ പഴക്കമായിട്ടില്ല. ഈ സൈഡിൽ സെൻറ്ററിലൊക്കെ ചെറിയൊരു പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് ഈ കണ്ടീഷനിലാണെങ്കിൽ പോലും കുറേ ഓടിക്കോളും. കമ്പനി ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ലൈഫ് ഉപയോഗിക്കാനായിട്ട് കിട്ടും. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക്, എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ കവർ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഇവിടുന്ന് ഓയിൽ താഴേക്ക് ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാണുന്നത് മൊത്തം ഓയിൽ ലീക്കാണ്. അത് അഴിച്ചിട്ട് അതിൻ്റെ ഗ്യാസ്കറ്റും മൗണ്ട് റബ്ബറും മാറ്റിയിട്ട് ഒരു പരിധി വരെ നമുക്കത് സോൾവ് ആയിക്കോളും. ആ ത്രെഡിന്, ഈ ബോൾട്ടിനൊന്നും ത്രെഡ് കംപ്ലയിൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് നമുക്ക് അതിന് അറേഞ്ച് ചെയ്ത് നിർത്താം.
അത് നമുക്ക് അഴിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. നമുക്കത് പെർമിഷൻ കിട്ടിയാലാണ് നമ്മൾ അഴിക്കുകയുള്ളൂ കേട്ടോ. പിന്നെ കാർബറേറ്റർ യൂണിറ്റ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സ്ലോ ജെറ്റിനകത്ത് വന്നേക്കുന്ന ബ്ലോക്കാണ് ആ ഓഫായി പോകാൻ കാണിക്കുന്ന ഒരു റീസൺ. അപ്പോൾ ഈ യൂണിറ്റ് നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം. പിന്നെ അത് കൂടാതെ നമ്മൾ കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഇതിൻ്റെ ഈ ഫ്ലോട്ട് വാൽവിൻ്റെ ഈ ഭാഗത്തൊക്കെ തേയ്മാനം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് തേയ്മാനം വന്ന പോലെ തന്നെ ഈ ബോട്ടത്തിനും ചെറുതായിട്ട് തേയ്മാനം വരും. നിലവിൽ രണ്ടിനും കൂടി ഒപ്പമാണ് വരാം. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തിടാം. ഓവർഫ്ലോൻ്റെ പ്രശ്നം എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നല്ല ഓവർഫ്ലോ നീഡിൽ മാറ്റേണ്ടി വരുമോ അല്ലെങ്കിൽ കാർബറേറ്റർ മാറ്റേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വന്നേക്കും. തൽക്കാലം ഇപ്പോൾ നമുക്കൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക, സ്ലോ ജെറ്റൊക്കെ മാറ്റി കറക്റ്റ് ട്യൂണിങ്ങിലാക്കി എടുക്കുക. ഓവർഫ്ലോൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞാലാണ് നമ്മൾ മറ്റേ ഫ്ലോട്ട് വാൽവ് കാര്യങ്ങളൊക്കെ മാറ്റുന്നതിനെ പറ്റി ചിന്തിച്ചാൽ മതി. പിന്നെയുള്ളത് നമുക്ക് അതിൻ്റെ ഈ സൈഡിൽ മിറർ ലൂസായിട്ട് കിടക്കുന്നുണ്ട്. അത് നമുക്ക് ഇതുമ്പോൾ തുണിയൊക്കെ വെച്ച് ടൈറ്റ് ചെയ്ത് നോക്കിയാലാണ്. പക്ഷേ അതിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ ഈ മിറർ ചെന്ന് പിടിപ്പിക്കുന്ന യൂണിറ്റ് ഉണ്ടല്ലോ, ഈ ലിവറിൻ്റെ യോക്ക്, അതുമേന്ന് ത്രെഡ് പോയേക്കണാണ് ഇത് ടൈറ്റ് ആവാത്തതിൻ്റെ കാരണം. അത് നമ്മൾ അഴിച്ച് മാറ്റിയതിന് ശേഷം ഇത് പിടിപ്പിച്ചാലാണ് നിൽക്കുകയുള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കും. ഒരു രീതിയിൽ നമുക്കത് നിൽക്കുക. അത് അടിയിൽ വന്ന മെറ്റൽ എന്ന് പറഞ്ഞാൽ അലുമിനിയാണ്. ഇത് വന്നത് നമുക്ക് നട്ട് വന്ന് ചെന്ന് പിടിപ്പിക്കുന്ന ഭാഗം മെറ്റലും. അത് നമ്മളോടൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ടാലാണ് നമുക്ക് ശരിക്കും ആ മിറർ ലൂസായേക്കണ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഹോണിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഹോൺ ട്യൂൺ ചെയ്ത് നോക്കി, നടപടിയില്ല. ഹോൺ അസംബിൾ ഇതേപോലെ ഇത് മാറ്റി വെച്ചാലാണ് കറക്റ്റ് ആവുള്ളൂ. അതിൻ്റെ മാക്സിമം അതിൻ്റെ ലൈഫ് തീർന്നേനാണ്. കാരണം വെച്ചാൽ അത് ട്യൂണിങ് നമ്മൾ പരമാവധി ചെയ്ത് നോക്കി കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ പോസിബിൾ അല്ല, മാറ്റി പുതിയത് വെക്കേണ്ടി വരും. ഏകദേശം ഒരു 170 രൂപ 180 രൂപ റേഞ്ചാണ് എന്താണ് വന്നതിൻ്റെ. ഞാൻ നോക്കിയിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്തി അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് അയച്ചു തരാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രീസ് ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇവിടെ വരുന്ന കുഷ്യൻ്റെ ബുഷ്, അത് ഷോക്കിൻ്റെ ഈ ബുഷ് നല്ല രീതിയിൽ ഓവലായി പോയിട്ടുണ്ട്. അപ്പോൾ ഈ ബുഷ് നമുക്കൊന്ന് മാറ്റിയിടണം. ഈ രണ്ട് ബുഷും ഓവലാണ്, അത് സെറ്റായിട്ടൊന്നും വരാം. ലിങ്കിൻ്റെ ബുഷുകൾക്ക് വേറെ പ്രോബ്ലം ഇല്ല, അത് നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റീസെറ്റ് ആക്കി എടുക്കാം. പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻഡറിൽ അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട്. ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതും ക്ലിയറായിട്ട് ഉപയോഗിക്കാം. ഫ്രണ്ടിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി, ടയറിന് ചെറിയൊരു തേയ്മാന വ്യത്യാസമുണ്ട് വലതുവശത്ത്. നമ്മൾ എന്തായാലും നമ്മുടെ ബാക്കിലത്തെ ടയർ തീരാറായി നിൽക്കണതാണ്. അപ്പോൾ ബാക്കിലത്തെ ടയർ മാറ്റണ സമയത്ത് നമ്മൾ ഈ ടയർ എടുത്ത് ബാക്കിലേക്ക് ഇടണം. അതായത് ഇതിൻ്റെ ഈ 4 ബോൾട്ട് നട്ട് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഡിസ്കേപ്പാടി തന്നെ ബാക്കിലേക്ക് യൂസ് ചെയ്യാം. പുതിയ ടയർ ഇടുന്നത് ഫ്രണ്ടിൽ യൂസ് ചെയ്യാം. അത് പാറ്റേൺ നമുക്ക് ഇതേപോലെ തന്നെ ഡിസൈൻ എടുക്കാം. കമ്പനി ഇപ്പോൾ ഏതായാലും ഇപ്പോൾ MRF, സിയറ്റ്, അപ്പോളോ, JK ഏത് വന്നാലും നമുക്ക് പാറ്റേൺ ഇത് യൂസ് ചെയ്യണതാണ് കുറച്ചുകൂടി ബെറ്റർ. കമ്പനി ഇപ്പോൾ ഏതെടുത്താലും കുഴപ്പമില്ല, പാറ്റേൺ ഇത് തന്നെയാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് റൊട്ടേഷൻ ചെയ്തിടാം. ഇത് രണ്ടും 10 ഇഞ്ചാണ്, ഫ്രണ്ടും ബാക്കും 10 ഇഞ്ച് വീലായതുകൊണ്ടാണ് നമുക്ക് റൊട്ടേഷൻ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ പുതിയ ടയർ ഫ്രണ്ടിലേക്ക് ഇടാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ടിൽ കിടക്കുന്ന ടയറിന് ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻ വന്നിട്ടുണ്ട്. അത് ബാക്കിലാവുമ്പോൾ അതങ്ങനെ ലോഡായി കിടന്ന് ഓടി തീർന്ന് പൊക്കോളും. അപ്പോൾ പരമാവധി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടുണ്ട്. നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി 2021 മോഡൽ ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ലോഡ് കൊടുത്ത് നോക്കണം ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറയാൻ വേണ്ടിയിട്ട്. ലോഡിലേക്ക് കൊടുക്കുമ്പോൾ 8.62 വരെ വരുന്നുണ്ട്. അപ്പോൾ നിലവിൽ കണ്ടീഷൻ മോശമായിട്ട് കാണിക്കുന്നില്ല, ഓക്കെയാണ്, വേറെ പ്രോബ്ലം. 8ൽ താഴേക്ക് പോയാലാണ് നമുക്കൊരു കംപ്ലയിൻ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഏകദേശം എൻ്റെ ബോർഡർ ലൈനിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. 2021 ബാറ്ററിയാണ്, എന്തെങ്കിലും ഒരു 3 വർഷം 4 വർഷം ആവാറായിട്ടുണ്ട് ബാറ്ററി. പിന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നമുക്ക് മാറ്റിയിടണം. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കായിട്ടുണ്ട്. അഴുക്ക് മാത്രമല്ല, ഇവിടെ നമുക്ക് പൊടിഞ്ഞൊടുങ്ങിയിട്ടുണ്ട്. സ്പോഞ്ച് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ അത് മാറ്റിയിടാം. ഏകദേശം ഒരു 50 രൂപ താഴെയൊക്കെ നമുക്ക് അതിന് കോസ്റ്റ് വന്നുള്ളൂ. പിന്നെയുള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ എഞ്ചിൻ ഓയിലിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. ഓയിൽ ഒരു അല്പം ലെവൽ കുറവ് കാണുന്നുണ്ട്. പിന്നെ ഈ സൈഡിൽ ലീക്കിൻ്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ലീക്ക് വരാമെന്ന് പറഞ്ഞാൽ ക്രാങ്കിൻ്റെ ഇപ്പുറത്തെ സൈഡ് വീല് വന്നുണ്ട്, ഫ്ലൈ വീല് വന്ന ഭാഗമാണത്. അപ്പോൾ അതിന് ഈ പറഞ്ഞ അലൈൻമെൻറ്റ് വേരിയേഷൻ വരുമ്പോൾ വന്ന ലീക്കാണ്. അപ്പോൾ നമുക്കത് അലൈൻ ചെയ്തതിന് ശേഷം നോക്കാം. വീണ്ടും കൂടുതലായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അഴിച്ചത് ക്ലിയർ ചെയ്താലാണ് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ. തൽക്കാലം നമുക്ക് പുറമേന്ന് ചിലവില്ലാത്ത രീതിയിൽ ചെയ്തു നോക്കാം. അതിനുശേഷം ഈ പറഞ്ഞ പോലെ സെൽഫ് അടിക്കുമ്പോൾ കംപ്ലയിൻറ്റ് കാണിക്കുകയോ എൻജിൻ ഓയിലിൻ്റെ ലീക്കേജ് കൂടുതലായിട്ട് വരികയോ ചെയ്താൽ ഈ പറഞ്ഞ രീതിയുടെ നമ്മൾ അഴിച്ച് ക്ലിയർ ചെയ്താലാണ് അത് റെഡി ആവുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ എൻജിൻ ഓയിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, ചെറിയൊരു ലെവൽ കുറവുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് പോയാലും ഏകദേശം നമുക്ക് ഒരു മാസമൊക്കെ ഓടി കഴിയുമ്പോൾ, ഒരു മാസമൊക്കെ ഓടിയതിന് ശേഷം വണ്ടി ഒന്ന് വന്നിട്ട് എൻജിൻ ഓയിലൊന്ന് ചെക്ക് ചെയ്യാം. ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ, അതാണ് നമ്മൾ ഏകദേശം പറയുന്ന ഒരു പരിധി. അപ്പോൾ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ലെവൽ കുറവായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മളത് പരിഹരിച്ച് കൊടുക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് കാരണം കൊണ്ടാണ് കുറയണത്. ഇതിപ്പോൾ ചെറിയൊരു ലീക്കേജൊക്കെ ഉണ്ട്, അതിനൊരു തക്കതായൊരു കാരണമുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അത് കറക്റ്റായിട്ട് പരിഹരിച്ച് കൊടുത്ത് ചെയ്യാമെന്നുണ്ടെങ്കിൽ എന്ത് പറ്റണമെന്ന് വെച്ചാൽ നമുക്ക് എഞ്ചിൻ ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ എഞ്ചിൻ മേജറായിട്ടുള്ള കംപ്ലയിൻറ്റ്സ് വരും. അപ്പോൾ അത് ഇല്ലാതിരിക്കാനായിട്ട് നമ്മളൊന്ന്
മുൻകരുതൽ എടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം അത്യാവശ്യം വേണ്ട ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തി, ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം. അത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി. നമുക്കതിനകത്ത് ജനറൽ സർവീസിന് പുറമെ വന്ന വർക്കാണ് കാർബറേറ്റർ ക്ലീനിങ് കാര്യങ്ങളൊക്കെ. കാർബറേറ്റർ ക്ലീനിങ് ഒക്കെ നമുക്ക് അഡീഷണൽ വന്ന വർക്കുകളാണ്. അപ്പോൾ അതെല്ലാം തിരിച്ച് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. നോക്കിയിട്ട് വീഡിയോ കണ്ടേമേ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. റിപ്ലൈ കിട്ടിയിട്ട് ആ റിപ്ലൈ വെച്ചിട്ട് വേണം നമുക്കതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്.